നമ്മൾ ഈ ഏവിയേഷനെ കുറിച്ചും അതുപോലെ തന്നെ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ കമൻ്റായിട്ട് ചോദിക്കാറുള്ളതാണ് 10ാം ക്ലാസ് പഠിച്ചവർക്ക്, അതല്ലെങ്കിൽ 10ാം ക്ലാസ് ITI ഡിപ്ലോമ, അതായത് പോളിടെക്നിക് ഡിപ്ലോമ 3 ഇയർ ഒക്കെ പഠിച്ചവർക്ക് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോബുകൾ കിട്ടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്. പൊതുവേ അത്തരം പഠിച്ച ആളുകൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ഈ പറയുന്ന എയർപോർട്ടുകളിൽ കിട്ടാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം വരുന്ന ചെറിയ ചെറിയ റിക്രൂട്ട്മെൻറ്റുകൾ മാത്രമാണ് ഇത്തരമുള്ള ആളുകൾക്ക്, അതായത് 10ാം ക്ലാസ് പാസ്സായവർക്കും ഡിപ്ലോമ അതുപോലെ ITI പാസ്സായവർക്കൊക്കെ ജോബ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിൽ 10ാം ക്ലാസ് ITI പോളിടെക്നിക്ക് പഠിച്ചവർക്ക് അവസരം എയർപോർട്ടുകളിൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേട്ടാണ് ഇതിന് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഏകദേശം 208 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. വളരെ കൂടുതലാണ്, 208 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇത് റിക്രൂട്ട് ചെയ്യുന്നത് AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ്, അതായത് എയർ ഇന്ത്യയുടെ കമ്പനിയിലേട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സ്ഥിര നിയമനമല്ല. ഈ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ള എല്ലാ ജോബുകളും 3 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മാറിപ്പോണ്ടി വരും. ഈ കരാർ നിയമനമാണെന്ന് പറഞ്ഞ് നിങ്ങളിത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഈ +2-നും അതുപോലെ ഈ 10ാം ക്ലാസ് പാസ്സായവർക്കും ITI പാസ്സായവർക്കൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ വളരെ റെയറായിട്ട് മാത്രമാണ് ഓപ്പണിങ്സ് വരുന്നത്, നല്ല ഓപ്പണിങ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യുക. 3 വർഷം നിങ്ങളിപ്പോൾ ഈ കരാർ ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല കോൺടാക്ട്സ് ഒക്കെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനികളിലോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിനൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ മാത്രമാണ് വരുന്നത്. ഇൻ്റർവ്യൂയിലൂടെയാണ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഓരോ ജോബിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ അവസരം വന്നിരിക്കുന്നത് ഹാൻഡി വിമൺ, ഹാൻഡി മെൻ എന്ന് പറയുന്ന ഇതിലായിട്ടാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നിരിക്കുന്നത്. 208 ടോട്ടൽ അവസരങ്ങളിൽ 201 ഇതിലായിട്ടാണ് വന്നിരിക്കുന്നത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 പാസ്സായാൽ മതി. അതുപോലെ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത്യാവശ്യം പ്രാവീണ്യം വേണം. അത്യാവശ്യം മതി, അത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഇംഗ്ലീഷും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. 3 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വരുന്നത്. സാലറി 18,840 രൂപയാണ് നോട്ടിഫിക്കേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് വരുന്നത് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവാണ്. ഇതിലായിട്ട് 3 ഒഴിവുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഡിപ്ലോമ അതുപോലെ തന്നെ ITI ഒക്കെ പഠിച്ച ആളുകൾക്ക്. ഡിപ്ലോമയിൽ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ITIയിൽ ഫിറ്റർ, ഓട്ടോമൊബൈൽ, എയർ കണ്ടീഷണർ, അങ്ങനത്തെ കുറേ ഇത് പഠിച്ച ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്കും ഇതിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 24,960 രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് വന്നിരിക്കുന്നത്. 3 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡിപ്ലോമ ITI പഠിച്ചവർക്ക് ഈ ഇതിലായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്തത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവറാണ് വന്നിരിക്കുന്നത്. 4 ഓപ്പണിങ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ അതും 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് അതിന് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. പക്ഷേ ഹെവി ലൈസൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. 3 വർഷത്തെ കരാർ നിയമനമാണ് ഇതിൽ വരുന്നത്. 21,270 രൂപയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സാലറി കാണിച്ചിരിക്കുന്നത്. അടുത്തത്, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും 3 ഓപ്പണിങ്സ് വരുന്നത്. ഇതിൽ ആദ്യത്തേത് മാത്രമാണ് പെൺകുട്ടികൾക്ക് ഇത് വരുന്നത്, അവസരങ്ങൾ വരുന്നത്. അത് അവസരം കൂടുതലുമുണ്ട്, 201 ഇത് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 3 ഇതാണ് വരുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ എയർ ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ്, അതായത് ഈ AI എയർപോർട്ട് സർവീസ് ലിമിറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാം ഒരു ചെറിയ ഫീസുണ്ട്. 500 രൂപയുടെ ഫീസാണ്. അത് DD എടുത്ത്, അതായത് എയർ ഇന്ത്യ എയർപോർട്ട് ലിമിറ്റഡ് മുംബൈയിലെ അഡ്രസ്സിലായിട്ട് ഒരു DD എടുത്ത് അയച്ചിട്ട് ആ DD ആയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റുകൾ എന്ന് പറയുന്നത് ഒക്ടോബർ 5-ാം തീയതി ഒക്ടോബർ 7-ാം തീയതിയുമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവും യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ അതിൻ്റെ ഇത് നടത്തുന്നത് 5-ാം തീയതിയാണ്. 9 മണി തൊട്ട് 12 മണി വരെ. അതിൻ്റെ ഇത് അങ്കമാലിയിൽ ഒരു ഓഡിറ്റോറിയത്തിലാണ്
അതിൻ്റെ ഡീറ്റെയിൽ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7-ാം തീയതിയാണ് ഹാൻഡിമാൻ ഹാൻഡി വുമൺ എന്ന് പറയുന്ന ഇതിലായിട്ടുള്ള ഇതും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫീസിൻ്റെ കാര്യം പറഞ്ഞതിൽ ഈ വിമുക്ത ഭടന്മാർക്കും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവരും DD എടുത്തിട്ട് മാത്രം പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഈ 10ാം ക്ലാസ് ITI അതുപോലെ ഡിപ്ലോമ പഠിച്ചവർക്ക് വളരെ റെയറായിട്ടാണ് നല്ല ഓപ്പണിങ്സ് വരുന്നത്. തീർച്ചയായും ആ ഓപ്പണിങ്സ് പ്രയോജനപ്പെടുത്തി നല്ലൊരു കരിയർ സക്സസ് ആകുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.